ഹായ് ഫ്രണ്ട്സ്, യാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് റവ ഉപയോഗിച്ചിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണ് കേട്ടോ. ഉപ്പുമാവ് ഇഷ്ടമല്ലാത്തവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വടയാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം കുഴിവുള്ള ഒരു പാത്രമാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഈ തേങ്ങയിലൊരു വെള്ളമയം ഇല്ലേ, ആ വെള്ളമയമൊക്കെ ഒന്ന് മാറി ഒന്നിങ്ങനെ തേങ്ങ ഇങ്ങനെ ഓടാൻ തുടങ്ങും. ആ ഒരു സമയമായാൽ മതി കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ അയച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം സവോള ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ശകലം മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇത് വറുത്ത റവ ഞാൻ മേടിച്ചതാണ്. വറുക്കാത്തതാണേലും കുഴപ്പമില്ല, വറുക്കാത്തതാണെന്ന് തോന്നുന്നു ഒന്നും കൂടി നല്ലത് കേട്ടോ. ഇനി നമുക്കിത് ഉപ്പുമാവ് റെഡിയാക്കി എടുക്കുന്ന പോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഒന്ന് കുഴച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ചൂട് തണുത്തിട്ടില്ല, ചെറിയൊരു ചൂടോട് കൂടിയിട്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. ഇനി കുഴയ്ക്കണ സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ സാധാ പച്ചവെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ബാക്കി വരുന്ന ഉപ്പുമാവ് കൊണ്ടും ഈ ഒരു വട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ നല്ല സ്മൂത്താക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ബോളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി 2 കൈയും കൂടി ചേർത്ത് ഒന്ന് പരത്തിയെടുക്കാം. ഇനി നടുക്ക് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ശകലം ഓയിൽ ചൂടാക്കി എടുക്കാം. ഓയിൽ ഒത്തിരി ചൂടായി പോകരുത്, ഒരു മീഡിയം ലെവലിൽ ചൂടായാൽ മതി കേട്ടോ. അതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ വട ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2-3 പ്രാവശ്യം നമുക്കൊന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കാം. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് കോരിയെടുക്കാം. അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ, നമ്മുടെ റവ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.